അശ്വിൻ എത്രയാവുമായിരിക്കും തന്റെ അമ്മ കൊടുക്കേണ്ട ബില്ല് അപ്രോക്സിമേറ്റ്ലി? അമ്മ എത്ര കൊടുക്കും? എത്ര ആവുമായിരിക്കും? താ ഒരു എമൗണ്ട് മനസ്സിൽ പറ. തന്റെ അമ്മ താൻ ഗിഫ്റ്റ് ചെയ്ത് നോക്കണ്ട, അതല്ലാതെ തന്റെ അമ്മ എടുക്കുന്ന എല്ലാം കൂടെ എത്ര ആവുമായിരിക്കും കറങ്ങി തിരിഞ്ഞ്? ഒരു 20-30 30,000 പോലെ. ഓ, തന്റെ അമ്മയ്ക്ക് എടുക്കുന്ന എല്ലാം കൂടെ എത്രയാവും? തൻ്റെ അമ്മ, തൻ്റെ അമ്മ, തൻ്റെ അമ്മ. ചില വാക്കുകൾ വെറുതെ പറയുന്നതല്ല, അകലം കാണിക്കുന്നതാണ്. ഭർത്താവിൻ്റെ അമ്മ മുന്നിലിരിക്കെ തൻ്റെ അമ്മ കൊടുക്കേണ്ട ബില്ല് എത്രയാ, തൻ്റെ അമ്മ എടുത്ത തുണികൾക്ക് കൂടി എത്രയാകും എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അസ്വസ്ഥത തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അമ്മ എന്നൊരു വാക്കിൽ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. പക്ഷെ തൻ്റെ അമ്മ എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുമ്പോൾ അതേ വാക്ക് ഒരു അകലം വരയ്ക്കുന്നത് പോലെ തോന്നും. ഇത് അഹങ്കാരമാണോ അതോ സംസാര ശൈലിയാണോ? വിധിക്കേണ്ടത് നമ്മളല്ല. പക്ഷെ പൊതുവേദിയിൽ കേൾക്കുന്ന വാക്കുകളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം പ്രേക്ഷകനുണ്ട്. ബന്ധങ്ങൾ രക്തബന്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതല്ല. വാക്കുകളിലും പെരുമാറ്റത്തിലും കാണിക്കുന്ന ബഹുമാനമാണ് പല ബന്ധങ്ങളെയും നിലനിർത്തുന്നത്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. അമ്മ എന്ന് വിളിക്കാൻ കഴിയാത്തിടത്തോളം വലിയ ബന്ധം തൻ്റെ അമ്മ എന്ന് വിളിച്ച് ചെറുതാക്കേണ്ടതുണ്ടോ? അഹങ്കാരം വാക്കുകളിൽ കേൾക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാളെ എങ്ങനെ വിളിക്കുന്നു എന്നതിൽ തന്നെ അത് കേൾക്കാം. ബന്ധങ്ങളെ തകർക്കുന്നത് വലിയ വഴക്കുകളല്ല, ചെറിയ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന വലിയ അകൽച്ചകളിലാണ്.